വർഷം 1870. വില്യം ജെ സെയ്മോറിന്റെ ജനനം. ആഫ്രിക്കൻ അമേരിക്കൻ വംശജരായിരിക്കുന്ന മാതാപിതാക്കൾക്ക് 8 മക്കളിൽ രണ്ടാമനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. തന്റെ യൗവനകാലത്തിൽ അദ്ദേഹത്തിന് സ്മോൾ പോക്സ് പിടിപെട്ടു. അത് കാരണം അദ്ദേഹത്തിന്റെ ഇടത്തെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ യൗവനകാലത്ത് തന്റെ പിതാവും മരിക്കുകയുണ്ടായി. അതെ, കഷ്ടതയുടെ നടുവിലൂടെ ഉള്ള ജീവിതം. അതെ, അദ്ദേഹമായിരുന്നു ആ ഭവനത്തിന്റെ ചുമതലയെല്ലാം ഏറ്റെടുത്ത് നടത്തിയത്. പിൽക്കാലത്ത് അദ്ദേഹം ബൈബിൾ കോളേജിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ ഭവനത്തിൽ, എഡ്വേർഡ് ലീ എന്ന് പറയുന്ന സുഹൃത്തിന്റെ ഭവനത്തിൽ ഒരു പ്രാർത്ഥന യോഗം ആരംഭിച്ചു. ക്രമേണ ആ പ്രാർത്ഥന യോഗം വലുതായിക്കൊണ്ടിരുന്നു. ജനങ്ങൾ കടന്നു വരുന്നത് അധികമായി. ആ ഭവനത്തിൽ ഉൾക്കൊള്ളാതെ വണ്ണം ജനങ്ങൾ കടന്നു വന്നു. അതിനുശേഷം 2 ബ്ലോക്കിനപ്പുറം മറ്റൊരു സുഹൃത്തിന്റെ ഭവനത്തിൽ, റിച്ചാർഡ് ആസ്ബറി എന്ന് പറയുന്ന സുഹൃത്തിന്റെ ഭവനത്തിലേക്ക് പിന്നെയും കൂട്ടായ്മ ആരംഭിക്കുന്നു. ആ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുകയുണ്ടായി. എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അങ്ങനെ ഇരിക്കെയാണ് ഏപ്രിൽ 6, 1906 അവർ ഒരു ഉപവാസ പ്രാർത്ഥന 10 ദിവസത്തേക്ക് ഡിക്ലെയർ ചെയ്യുന്നത്. ആ പ്രാർത്ഥന യോഗത്തിന് മതി അവരെല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുവാൻ തുടങ്ങി. അദ്ദേഹം അന്നവിടെ സംസാരിച്ചത് അപ്പോസ്തല പ്രവൃത്തികളെ 2-ാം അധ്യായത്തിൽ നിന്നായിരുന്നു. അതെ, അപ്പോസ്തല പ്രവൃത്തികളിൽ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തെ പറ്റിയിട്ട് എന്തെഴുതിയിരിക്കുന്നു അതുപോലെ തന്നെ അവിടെ ഇരുന്ന് ജനമെല്ലാം നിറഞ്ഞ് അന്യഭാഷയിൽ സംസാരിക്കുകയുണ്ടായി. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത അളവിൽ അവരെല്ലാവരും അനുഭവിക്കുവാൻ തുടങ്ങി. അത് ആ കൂട്ടായ്മയുടെ ശ്രുതി ആ ദേശത്തെങ്ങും പടർന്ന് പന്തലിക്കുവാൻ തുടങ്ങി. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികളൊക്കെ അവിടെ നടക്കുകയുണ്ടായി. അങ്ങനെ ആസ്ബറിയുടെ ഭവനത്തിലും ഉൾക്കൊള്ളാൻ പറ്റാതെ വണ്ണം ജനം കടന്നു വരുവാൻ തുടങ്ങി. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഭവനത്തിന്റെ ഫ്രണ്ടില് പോർച്ച് ജനം വന്ന് തിക്ക് തിരക്ക് കാരണം, ജനങ്ങൾ അധികമായത് കാരണം അത് തകരുകയുണ്ടായി. ഫൈനലി വില്യം ജെ സെയ്മോർ ഫോഴ്സ്ഫുള്ളി മറ്റൊരു ലൊക്കേഷനിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ഫൈനലി അവർ എത്തിച്ചേർന്നത് അതെ, ബിൽഡിംഗ് നമ്പർ 312 അസൂസ സ്ട്രീറ്റ്. അവിടായിരുന്നു അവർ എത്തിച്ചേർന്നത്. അതെ, അന്ന് വരെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഉണർവായിരുന്നു അസൂസ സ്ട്രീറ്റ് റിവൈവൽ. അത് അവിടെ വെച്ചായിരുന്നു നടന്നത്. അതെ, ആ ലോസ് ഏഞ്ചലസിൽ, USA. അതെ, 1906 മുതൽ 1915 വരെയായിരുന്നു ആ ഉണർവിന്റെ കാലയളവ്. ഏകദേശം നീണ്ടുനിന്ന 9 വർഷം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ നിത്യസംഭവമായിരുന്നു അവിടെ. ഇന്ന് വരെ ആ ജനം കണ്ടിട്ടില്ലാത്ത അളവിൽ അസാധാരണമായ അത്ഭുതങ്ങളായിരുന്നു അവിടെ സംഭവിച്ചത്. അതെ, പരിശുദ്ധാത്മാവിന്റെ മാനിഫെസ്റ്റേഷന്, ഇമ്പാർട്ടേഷൻ, അനവധി ശക്തന്മാരായിട്ടുള്ള അഭിഷിക്തന്മാരാ ആ റിവൈവലിൽ പുറത്തു വന്നത്. അതെ, ലോകമെമ്പാടും അവരെയും ദൈവം ഉപയോഗിച്ചു. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്? വില കൊടുത്തതുകൊണ്ട്. വില്യം ജെ സെയ്മോർ അതെ, ആ കൂട്ടരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ കാത്തിരുന്നത് കൊണ്ടാണ് ആ കാലയളവിൽ ദൈവം അവരെ ഉപയോഗിച്ചത്. അതെ, പരിശുദ്ധാത്മാവിനെ ഇന്ന് പകലും നിങ്ങൾ ലിമിറ്റ് ചെയ്യരുത്. പരിശുദ്ധാത്മാവിനെ ലിമിറ്റ് ചെയ്യാതെ ദൈവസന്നിധിയിൽ കാത്തിരുന്നാൽ, പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ നിങ്ങളായിരിക്കുന്ന ദേശത്ത് കാത്തിരുന്നാൽ, പിന്നെയും ദൈവം വില്യം ജെ സെയ്മോറിനെ ഉപയോഗിച്ചതിൽ ഉപരിയായി നിങ്ങളെ ഈ കാലയളവിൽ സ്വർഗം ഉപയോഗിച്ചിരിക്കും. വില കൊടുക്കാൻ തയ്യാറാവണോ? പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ അസാധാരണമായ ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ കരത്തിൽ കൂടി സംഭവിക്കുവാൻ പോകുന്നു. വിശ്വസിച്ചാട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് പകലിൽ വില്യം ജെ സെയ്മോർ എന്ന് പറഞ്ഞ ദൈവദാസനെ പറ്റിയിട്ട് ഞങ്ങൾ കേട്ടു. കർത്താവേ, വില കൊടുത്തത് കൊണ്ടാണല്ലോ സ്വർഗം ആ വ്യക്തിയെയും കൂട്ടരെയും ഉപയോഗിച്ചത്. കർത്താവേ, ഇന്ന് പകലും ഞങ്ങളും തീരുമാനമെടുക്കുന്നു. കർത്താവേ, ഈ ഒരു സാധാരണ ജീവിതം ജീവിച്ച് ഞങ്ങൾക്ക് പോയാൽ പോരാ, അസാധാരണമായ അളവിൽ ഞങ്ങളെ ഉപയോഗിക്കുവാൻ ഞങ്ങളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദേശങ്ങൾക്കായി, പട്ടണങ്ങൾക്കായി, രാജ്യത്തിനായിട്ട് നന്ദിയപ്പ.
ഞങ്ങളെ ഒന്ന് ഉപയോഗിക്കണം. ഈ ദേശത്തിന്മേൽ, ഞങ്ങളായിരിക്കുന്ന ദേശത്തിന്മേൽ ഉണർവിനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പിന്നെയും ഒരു ഉണർവിനെ അയച്ചാട്ടെ, പിന്നെയും ഉണർവിനെ അയച്ചാട്ടെ. ഞങ്ങളെ അതിന് ഭാഗവാക്കാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥനയ്ക്ക് നന്ദി. സകലമാനവും മൊത്തം കർത്താവ് ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ കുഞ്ഞു സന്ദേശത്താൽ ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കും.